ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങയ്ക്ക തീയലാണ്. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 5 മുരിങ്ങയ്ക്കയാണ്. 1 കപ്പ് ചെറിയ ഉള്ളി ഓരോന്നും 3ആയി കട്ട് ചെയ്തിട്ടുണ്ട്. 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞെടുത്ത പുളിവെള്ളം, ഇനി വറുത്തരയ്ക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഇനി തേങ്ങ വറുക്കുന്നതിനായി അടി കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് തേങ്ങ വറുക്കേണ്ടത്. തേങ്ങ കുറച്ച് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തേങ്ങ വറുക്കേണ്ടത്. തേങ്ങ മൂത്ത് വരുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലോട്ടാക്കണം. തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അര ടീസ്പൂൺ വറുത്ത ഉലുവ ചേർക്കുകയാണ്. ഉലുവ പൊടിയായാലും മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. ഉരുളിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് കരിയാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. തീയൽ വയ്ക്കുന്നതിനായി ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ചേർക്കാം. തീയലിന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഇളക്കി കൊടുക്കുക. ഉള്ളി ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അല്പസമയം അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുറച്ച് പുളിവെള്ളം ചേർക്കാം. ഈ സമയം പുളിവെള്ളം ചേർക്കുന്നത് കൊണ്ട് മുരിങ്ങയ്ക്കയിലും ഉള്ളിയിലുമൊക്കെ
നന്നായിട്ട് പുളി പിടിക്കും. മുരിങ്ങയ്ക്കായ്ക്ക് 3/4 വേവായിട്ടുണ്ട്. ഉള്ളി നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർക്കാം. പുളിയൊക്കെ കറക്റ്റാണ്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ചാറൊന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി കിടക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.